യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച പുതു ഞായറാഴ്ചയായിട്ടാണ് പല സഭകളും ആചരിക്കുന്നത്. ഇന്ന് വായിക്കുന്ന സുവിശേഷം യോഹന്നാൻ 20-ാം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്ത കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതും പോയി പറയുക എന്ന നിയോഗം നൽകി മറിയയെ അയക്കുന്നതുമാണ്. ഉയർത്ത കർത്താവ് പല സ്ഥലങ്ങളിൽ വെച്ച് പലർക്കും പ്രത്യക്ഷമായി. 40 ദിവസം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. പ്രവൃത്തി 1-ാം 3 വാക്യം. ഈ പ്രത്യക്ഷപ്പെടലുകളിലെല്ലാം പൊതുവായി 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അവൻ തൻ്റെ കൈകാലുകളും വിലാപ്പുറവും കാണിച്ച് ശിഷ്യന്മാരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. 2, ഉയർപ്പിൻ്റെ ദർശനത്തിൽ കൂടി അവരെ ശക്തീകരിച്ച് തൻ്റെ ദൗത്യം തുടരുവാനുള്ള നിയോഗം നൽകുന്നു. തുടർന്ന് ഉയർപ്പിൻ ദർശനം ലഭിച്ച എല്ലാവരും അവരുടെ ഭയം മാറിയവരായി പുതിയ ശക്തിയോടുകൂടി സാക്ഷ്യം നിർവഹിക്കുന്നതായി നാം കാണുന്നു. തൻ്റെ ജനത്തെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തിയെക്കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്. സഹോദരനെ പേടിച്ച് ബേർശബയിൽ നിന്ന് ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബിന് ബഥേലിൽ വെച്ച് തൻ്റെ ദർശനം നൽകി ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി 28:10 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. തൻ്റെ യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് സൂര്യൻ അസ്തമിക്കുകയാൽ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണിയായി വെച്ച് ഉറങ്ങുന്ന യാക്കോബ് ഒരു സ്വപ്നം കാണുന്നു. ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കൊവേണി, അതിൻ്റെ തല സ്വർഗ്ഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. തുടർന്ന് ദൈവവുമായി ഉടമ്പടി ചെയ്ത് തനിക്ക് ലഭിച്ച ദർശനത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് യാക്കോബ് യാത്ര ചെയ്തു. കയ്യിൽ ഒന്നുമില്ലാതെ യാത്ര ചെയ്ത യാക്കോബ് മടങ്ങി വരുന്നത് 2 വലിയ കൂട്ടത്തോടെയാണ്. ആ യാത്ര തുടർന്നു. അതൊരു വലിയ ജനസമൂഹത്തിൻ്റെ യാത്രയായി തീർന്നു. ആ യാത്ര മിസ്രൈമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കുള്ള യാത്രയായി. ചെങ്കടലിനെ വിഭജിച്ച് വഴിയൊരുക്കി. മരുഭൂമിയിൽ 40 വർഷം കാടപ്പക്ഷിയെയും മഞ്ഞയെയും ആഹാരമായി നൽകി. പാറയെ പിളർന്ന് വെള്ളം നൽകി. എരിഹോ മതിലുകളെ തകർത്ത് യാത്ര അവസാനിച്ചത് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലാണ്. അന്ന് തൻ്റെ ജനത്തെ ശക്തീകരിച്ച ദൈവം ഇന്നും ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ കൂടി നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശക്തിയാണ് ത്രോവാസിൽ വെച്ച് മാളികയിലെ 3-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച് യൂത്തിക്കോസ് എന്ന യൗവനക്കാരനിൽ വ്യാപരിച്ചത്. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് ക്ലിവാതിക്കൽ ഇരുന്ന് യൂത്തിക്കോസ് ഉറങ്ങിപ്പോയി. പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ ആണല്ലോ നാമും ദേവാലയത്തിൽ ഉറങ്ങുന്നത്. ഇതുതന്നെ അവിടെയും സംഭവിച്ചു. ഉറങ്ങിപ്പോയ യൂത്തിക്കോസ് കിളിവാതിക്കൽ കൂടി താഴെ വീണ് മരിച്ചു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചു. അവൻ ജീവിച്ച് എഴുന്നേറ്റു. വീണുപോകുന്നതിനെ എഴുന്നേൽപ്പിക്കുകയും ജീവൻ പോകുന്നതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളിൽ ക്ഷീണിച്ച് തകർന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വാക്ക് നൽകി നമ്മെ ശക്തീകരിക്കുന്ന കർത്താവാണ് നമ്മളുടെ ദൈവം.
ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് സഹോദരന്മാരോട് പോയി പറയുവാൻ അവളെ ശക്തീകരിച്ചു. യോഹന്നാൻ 21:17. തൻ്റെ ശിഷ്യന്മാരെ ദൗത്യം ഏൽപ്പിക്കുന്നത് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, അവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട്. മത്തായി 28:19-20 വാക്യങ്ങൾ. യേശു നൽകുന്ന അധികാരം അടിച്ചമർത്താനോ ഭരിക്കാനോ ഉള്ളതല്ല, ശുശ്രൂഷിക്കുവാനും ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകുവാനും ഉള്ളതാണ്. അധികാരത്തിൻ്റെ ഭാരം എല്ലാ മേഖലകളിലും ശക്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആധിപത്യത്തിൻ്റെ അധികാര ശൈലിയിൽ നിന്നും ശുശ്രൂഷയുടെയും കരുതലിൻ്റെയും ക്രിസ്തീയ ശൈലിയിലേക്ക് വിശ്വാസികൾ തിരിയണം. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവൻ നൽകുവാനും വന്ന കർത്താവിൻ്റെ ശുശ്രൂഷ തുടരുവാനുള്ള ശക്തിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ശക്തിയിൽ ബലപ്പെട്ട് നമ്മുടെ ശുശ്രൂഷകളെ നിർവഹിക്കാം. കർത്താവെ, ഉയർപ്പിൻ്റെ ശക്തി പ്രാപിച്ച് അവിടുത്തെ സാക്ഷിയായി നിൽപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. മശിഹയായി വന്നു, മരണത്തെ ജയിച്ചു, മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹാസ്നേഹം. മശിഹയായി വന്നു, മരണത്തെ ജയിച്ചു, മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹാസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹാസ്നേഹം. യേശുവിൻ സ്നേഹം, ആ മഹാസ്നേഹം, ആഹാ തോർക്കുമ്പോൾ